സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗ്ഗങ്ങൾ വിലയിരുത്താൻ ഇന്നും KSEB ഉന്നതതല യോഗം ചേരും. റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയ വ്യവസ്ഥ പ്രകാരം വൈദ്യുതി വാങ്ങാനാകില്ലെന്ന് വന്നതോടെയാണ് KSEB മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നത്. വൈദ്യുതി വാങ്ങുന്നതിലേക്കായി 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ KSEB കണ്ടെത്തിയിട്ടുണ്ട്. അജ്മൽ ദിറാർ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജ്മൽ, നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം വൈദ്യുതി വാങ്ങാൻ ആവില്ല എന്ന് KSEB ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. നിലവിൽ മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ KSEBയുടെ മുന്നിൽ അവർ ആലോചിക്കുന്നത്? അമൽ, ക്രിസ്റ്റീന ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനിടയിലാണ് ഈ വൈദ്യുതി പ്രതിസന്ധി കൂടി രൂക്ഷമാകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വൈദ്യുത ഉൽപ്പാദനം സംസ്ഥാനത്തിന്റെ മൊത്തം വൈദ്യുതി ആവശ്യകതയ്ക്ക് മതിയാകാതെ വന്ന സാഹചര്യത്തിൽ കൂടി കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിനു പിന്നാലെയാണ് KSEB റെഗുലേറ്ററി കമ്മീഷനോട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനെക്കുറിച്ച് അനുമതി തേടിയത്. ഇതിനു പിന്നാലെ റെഗുലേറ്ററി കമ്മീഷൻ നൽകിയ അനുമതിയിൽ പറയുന്ന വ്യവസ്ഥ പ്രകാരം ഡാം എന്ന വ്യവസ്ഥ പ്രകാരം വൈദ്യുതി വാങ്ങാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഡാം എന്ന് പറഞ്ഞാൽ ദിനേനെ പുറത്തുനിന്ന് നമുക്ക് പൈസ നൽകി വൈദ്യുതി വാങ്ങുക എന്നുള്ളതാണ്. അതായത് 250 മെഗാവാട്ട് വരെ ദൈനംദിനം മെയ് 15-ാം തീയതി വരെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് റെഗുലേറ്ററി കമ്മീഷൻ നൽകിയ അനുമതി പ്രകാരം വാങ്ങാമെന്നാണ് വ്യവസ്ഥയിൽ പറയുന്നത്. എന്നാൽ ഈ വ്യവസ്ഥ പ്രകാരം നിലവിൽ വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന സർക്കാരിനും KSEBക്കും ആകില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ നിലവിലില്ല, അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലില്ല എന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. KSEB പറയുന്നത് പുറത്തുനിന്ന് 3 സ്വകാര്യ കമ്പനികളുമായി ബന്ധപ്പെട്ട് ടാം വ്യവസ്ഥ പ്രകാരം അഥവാ ദീർഘകാല കരാർ അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാമെന്നാണ് റെഗുലേറ്ററി കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ചർച്ചകളാണ് ഇന്നലെ തലസ്ഥാനത്ത് ചേർന്ന KSEBയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നത്. അതിനു പിന്നാലെ ഈ റെഗുലേറ്ററി കമ്മീഷൻ നൽകിയ അനുമതിയിലുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം കൂടി ആകാത്ത പശ്ചാത്തലത്തിൽ കൂടി ഇന്നും തലസ്ഥാനത്ത് ഈ വിഷയത്തിലുള്ള ഉന്നതതല യോഗം തുടർന്നും മുന്നോട്ട് പോകും. സംസ്ഥാനത്തിന് മറ്റ് പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് സംസ്ഥാനാന്തര വൈദ്യുത കൈമാറ്റ വ്യവസ്ഥയിൽ കേന്ദ്രം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ നിയന്ത്രണങ്ങളാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ ഇപ്പോൾ കേരളത്തിൽ വേനൽ വരുമ്പോൾ മറ്റൊരു മഴയുള്ള സംസ്ഥാനത്ത് നിന്ന് വൈദ്യുതി വാങ്ങുന്നു. അവിടെ പ്രതിസന്ധി വരുന്ന സമയത്ത് കേരളം ആ സംസ്ഥാനത്തിലേക്ക് കൈമാറുന്നു. ഇങ്ങനെ സംസ്ഥാനാന്തര വൈദ്യുത കൈമാറ്റത്തിൽ വന്ന പ്രതിസന്ധിയാണ് ഇത്തരം പുതിയ വ്യവസ്ഥകളിലേക്ക് സംസ്ഥാനങ്ങൾ കടക്കേണ്ട ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ കേന്ദ്രത്തിൽ നിന്നുള്ള 150 മെഗാവാട്ട് വൈദ്യുതി സംസ്ഥാനത്തിന് വിഹിതമായി ലഭിക്കും. അതിലും കേരളത്തിന് പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ റെഗുലേറ്ററി കമ്മീഷനോട് KSEB ആവശ്യപ്പെട്ട പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള വ്യവസ്ഥയ്ക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള അനുമതി ലഭിച്ചാൽ ആ വ്യവസ്ഥ പ്രകാരവും സംസ്ഥാനത്തിന് കൂടുതൽ വൈദ്യുതി പുറത്തു നിന്ന് സമാഹരിക്കാനാകും. അപ്പോൾ അതിലും സംസ്ഥാനത്തിന് പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നിലവിലേതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് 115 ദശലക്ഷം യൂണിറ്റിലേക്ക് നമ്മുടെ വൈദ്യുതി ഉപഭോഗം കടന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ടത്തെ ഉപയോഗമൊക്കെ 5770 മെഗാവാട്ടിലേക്ക് കൂടി പോയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനം ഒരു വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നിലവിൽ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പവർ കട്ട് വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് SMS ലഭിക്കുകയും അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ കറണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി പരിഹരിച്ച് സംസ്ഥാനത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി, പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഈ അണക്കെട്ടുകളുടെയൊക്കെ ജലനിരപ്പ് കൂടി താഴുന്ന പശ്ചാത്തലത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം കുറയുന്നു. ഈ പശ്ചാത്തലത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിച്ച് ഈ റെഗുലേറ്ററി കമ്മീഷന് മുമ്പായി KSEB വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് KSEBയുടെ ആവശ്യവും. ക്രിസ്റ്റീന, അമൽ. ശരി, അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.